1972 MSP, SAP എന്നീ ബറ്റാലിയനുകൾക്ക് ശേഷം മട്ടാഞ്ചേരി മുതൽ പൊന്നാനി തീരദേശ മേഖല വരെയുള്ള പ്രദേശങ്ങളുടെ അടിയന്തര ക്രമസമാധാന പാലനത്തിനായി രൂപീകരിക്കപ്പെട്ടതാണ് കേരള ആംഡ് പോലീസ് 1ാം ബറ്റാലിയൻ. കേരള സംസ്ഥാനത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, അവസാനമായി 22/5/2010 വെസ്റ്റ് ബംഗാളിലും സ്തുത്യർഹമായ നിലയിൽ സേവനങ്ങൾ ക്രമസമാധാന പരിപാലന രംഗത്ത് നടത്തിയിട്ടുണ്ട്. 1972 മുതൽ നാളിതുവരെയായി കേരള പോലീസിലെ 32,000-ഓളം പോലീസുകാരെ വാർത്തെടുത്ത KAP 1ാം ബറ്റാലിയൻ തങ്ങളുടെ പ്രവർത്തന മേഖല ക്രമസമാധാന പരിപാലന രംഗത്ത് മാത്രം ഒതുക്കി നിർത്താതെ കലാ, സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ സേവന മണ്ഡലങ്ങളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. പ്രഥമ കമാൻഡന്റ് ശ്രീ GK മേനോൻ IPS അവരുടെ നേതൃത്വത്തിൽ തുടങ്ങി ഇപ്പോൾ ഇന്റർനാഷണൽ വോളിബോൾ താരമായിരുന്ന ശ്രീ PS അബ്ദുൾ റസാഖ് കമാൻഡന്റായി ചാർജെടുത്ത് പ്രവർത്തനം നടത്തിവരുന്ന ഈ നിമിഷം വരെ KAP 1ാം ബറ്റാലിയൻ അതിന്റെ സമസ്ത മേഖലകളിലും ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നൂതനമായ പരിശീലന പദ്ധതികൾ ഉൾപ്പെടുത്തി KAP 1ാം ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിൾമാരെ പരിശീലിപ്പിച്ചത് കമാൻഡന്റുമാരായ സർവശ്രീ നീരജ് കുമാർ ഗുപ്ത IPS, ബാലചന്ദ്രൻ IPS, ഡെപ്യൂട്ടി കമാൻഡന്റ് ശ്രീ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് കമാൻഡന്റുമാരായ സർവശ്രീ TV നാരായണൻ, ജോസ് വി ജോർജ്, ആംഡ് പോലീസ് ഇൻസ്പെക്ടർമാരായ സർവശ്രീ P രാമൻകുട്ടി, സോണി K സെബാസ്റ്റ്യൻ, ചന്ദ്രശേഖരൻ എന്നിവർ ഔട്ട്ഡോർ വിഭാഗത്തിൽ, ഇൻഡോർ വിഭാഗത്തിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് TV നാരായണന്റെ നേതൃത്വത്തിലുള്ള ഗസ്റ്റ് ഫാക്കൽറ്റികളുമാണ്. പരിശീലനത്തിന്റെ എല്ലാ തുറകളിലും മികവ് പുലർത്തി പാസിംഗ് ഔട്ട് പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ തലയാഴം ദേശത്ത് ചെത്തുതറയിൽ വീട്ടിൽ ശ്രീ പീതാംബരന്റെയും ശ്രീമതി രാധയുടെയും പുത്രനായ ശ്രീ CP അനീഷ. സാമ്പത്തിക ശാസ്ത്ര ബിരുദധാരിയായ ഇദ്ദേഹം KAP 1ാം ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിളാണ്. ഫോളിൻ ഗാൾ മുഴങ്ങുമ്പോൾ സെക്കൻഡ് ഇൻ കമാൻഡറായ ശ്രീ അനീഷ് കേഡറ്റുകളെ മൈതാനത്തിലേക്ക് അണിനിരത്തി. ഈ സമയം സെക്കൻഡ് ഇൻ കമാൻഡ് പാസിംഗ് ഔട്ട് പരേഡിന്റെ ചുമതല പരേഡ് കമാൻഡറായ ശ്രീ N ശ്രീകേഷിന് കൈമാറി. 9 മാസം നീണ്ട പരിശീലന കാലയളവിൽ ഉന്നത മികവ് പുലർത്തിയ വ്യക്തിയാണ് ശ്രീകേഷ്. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയ ഇദ്ദേഹം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിൽ മുള്ളൂർ ദേശത്ത് മുള്ളിക്കോട് വീട്ടിൽ ശ്രീ ശ്രീനിവാസന്റെയും ശ്രീമതി രുക്മിണിയുടെയും മകനാണ്. ഈ സമയം ഇദ്ദേഹം പാസിംഗ് ഔട്ട് പരേഡിന്റെ ചുമതല ഏറ്റെടുത്തു.
പരേഡിന്റെ ഓരോ ചലനങ്ങൾക്കും ലയവും ശ്രുതിയും പകരുന്നത് കേരള ആംഡ് പോലീസ് 1ാം ബറ്റാലിയൻ ബാൻഡ് മാസ്റ്റർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ ആർ സുരേഷ് ബാബു നയിക്കുന്ന ബ്രാസ് ബാൻഡ് ടീമാണ്. വിദ്യാഭ്യാസ കലാകായിക രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ഒട്ടേറെ പേർ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നു. 2 പേർ MBAയും 3 പേർ LLBയും 78 പേർ വിവിധ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദധാരികളും 374 പേർ ബിരുദധാരികളും 62 പേർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായവരും 73 പേർ ITI സർട്ടിഫിക്കറ്റ് നേടിയവരുമാണ്. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ KAP 1ാം ബറ്റാലിയൻ അംഗമായ ശ്രീ ബേസിൽ പോൾ ദേശീയ തലത്തിൽ കേരളത്തിന് വേണ്ടി 8 വർഷക്കാലം അത്ലറ്റിക് വിഭാഗങ്ങളിൽ മത്സരിച്ച് 6 വർഷം തുടർച്ചയായി മെഡൽ നേടുകയും ചെയ്തിട്ടുണ്ട്. പെന്റാത്തലൻ വിഭാഗത്തിൽ 2002 ഇദ്ദേഹം നേടിയ ദേശീയ റെക്കോർഡ് ഇന്നും തകർക്കപ്പെടാതെ നിലനിൽക്കുന്നു. ഈ സമയം ആംഡ് പോലീസ് ബറ്റാലിയൻ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ വിജയ സാക്കറെ IPS അവർ ഡയസിലെത്തുന്നതും സേനാംഗങ്ങൾ ആദരം അർപ്പിക്കുന്നതുമാണ്. സമൂഹജീവിയായ മനുഷ്യന്റെ കടമകളും കർമ്മശേഷിയും നന്മയും അടക്കാനാവാത്ത പ്രകൃതി സ്നേഹവും ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ സമൂഹത്തിൽ നിന്നും കുടുംബത്തിലേക്കും കുടുംബത്തിൽ നിന്നും വ്യക്തിയിലേക്കും ചുരുങ്ങുമ്പോൾ സ്നേഹാധിഷ്ഠിതമായ കർമ്മോന്മുഖതയാണ് നഷ്ടമാകുന്നത്. മാറ്റം അനിവാര്യമാണ്, പ്രകൃതി നിയമമാണ്. എങ്കിലും സ്വാർത്ഥതയ്ക്കായുള്ള മാറ്റം ഒരു സമൂഹത്തിന്റെ മൂല്യശോഷണത്തിന്റെ അതുമൂലമുള്ള അക്രമവാസനകളുടെ മാറ്റത്തിന് കാരണമാകുന്നു. ഇവിടെയാണ് പോലീസിന്റെയും പോലീസ് പരിശീലനത്തിന്റെയും പ്രസക്തി. ഉറച്ച ശരീരവും ഉറച്ച മനസ്സും സത്യസന്ധമായ നീതിയിലൂടെ ഗുണാത്മകമായ മാറ്റത്തിന് ഉൾപ്രേരമാകുന്നതോടെ കാഠിന്യമേറിയ നന്മകളുടെ അന്തസത്തായ ഒരു സാമൂഹിക മാറ്റം സംഭവിക്കുന്നു. അതുവഴി ഓരോ വ്യക്തിയും അവരുടെ കടമകൾ തിരിച്ചറിയുകയും അക്രമാസക്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുകയും ചെയ്യും. അടിച്ചേൽപ്പിക്കപ്പെട്ട നീതിബോധത്തിൽ നിന്ന് വിഭിന്നമായി സ്വയം അർപ്പണബോധത്തിലേക്ക് സമൂഹം മാറുമ്പോൾ നാം കൃതാർത്ഥരാകും. നീതി എന്നത് ശക്തന്റെ താൽപര്യനിർവഹണമാകാതിരിക്കണമെങ്കിൽ നിയമനിർമ്മാതാക്കൾ ജാഗ്രത പുലർത്തിയേ പറ്റൂ. നീതിബോധത്തിന്റെ അന്തസത്ത വെളിപ്പെടുത്തുന്ന വിശ്വപ്രസിദ്ധ തത്വചിന്തകൻ പ്ലാറ്റോയുടെ ഈ വാക്കുകൾ ഇവിടെ പ്രസക്തമാകുന്നു. ഈ സമയം കേരള പോലീസ് അക്കാദമി ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ട്രെയിനിംഗ് ശ്രീ ജോസ് ജോർജ് IPS അവർ ഡയസിലെത്തുന്നതും സേനാംഗങ്ങൾ അഭിവാദ്യമർപ്പിക്കുന്നതുമാണ്.
സാമൂഹിക ജീവിതത്തിൽ മതതീവ്രതയും മാനുഷിക മൂല്യച്യുതിയും അതിലൂടെ പെറ്റുവരുന്ന കുറ്റകൃത്യങ്ങളും നാളെ ഒരു സ്ഫോടനാത്മക ആഗോള ദുരന്തത്തിനിടയാക്കിയേക്കാം. ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് പോലും ഉയർന്നു പൊന്തുന്ന വിഷപ്പുക ഭൂമിയെപ്പോലും ചുട്ടുതീർക്കാം. കൊച്ചുകുഞ്ഞുങ്ങൾ പോലും കുറ്റങ്ങൾ ചെയ്യുന്നു. സാഹചര്യങ്ങൾ അവനെ അതിലേക്ക് തള്ളിയിടുന്നു. ഇവിടെ നാം നമ്മുടെ കടമകൾ തുടങ്ങുന്നു. നീതിപൂർവമായ ഇടപെടലുകൾ ഇളം തലമുറയിൽ നിന്നും പൂർണ്ണനായ ഒരു വ്യക്തിയിലേക്ക്. കടമകൾ നിർവഹിക്കുമ്പോൾ ആത്മാർപ്പണത്തിന്റെ അംശം ഓരോ പോലീസ് സേനാംഗത്തിന്റെയും മനസ്സിൽ ചേക്കേറപ്പെടുന്നു. ആത്മാർപ്പണത്തിന്റെ നിറഞ്ഞ പ്രതീകമായ മദർ തെരേസ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഏറ്റുവാങ്ങുന്ന അവസരത്തിൽ പറഞ്ഞ, നിങ്ങളുടെ ഹൃദയത്തിൽ അനുകമ്പ നിറയട്ടെ, നിങ്ങളുടെ പുഞ്ചിരിയിൽ അനുകമ്പയുടെ കിരണങ്ങൾ പ്രകാശിക്കട്ടെ, കുടിലുകളിലും ചേരികളിലും നിങ്ങളുടെ ആർദ്രമായ നോട്ടം കടന്നു ചെല്ലട്ടെ. പാവപ്പെട്ടവർക്ക് സംരക്ഷണം മാത്രം കൊടുത്താൽ പോരാ, ഹൃദയം കൂടി നൽകണം. ഈ വാക്കുകൾ പ്രചോദനമായി ഉൾക്കൊണ്ട് കർമ്മനിരതരാകാൻ പോകുന്നവരാണ് ഈ പോലീസ് കോൺസ്റ്റബിൾമാർ. അച്ചടക്കത്തിന്റെയും അർപ്പണബോധത്തിന്റെയും പാഠങ്ങൾ പകർന്നുകൊടുത്ത് ഔട്ട്ഡോർ ഇൻഡോർ വിഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് കേരള പോലീസിന് മാനവികതയുടെ മുഖം നൽകി ട്രെയിനിംഗ് നടത്തിവരുന്ന കേരള പോലീസ് അക്കാദമിയുടെ ഇന്നത്തെ തിളക്കമാർന്ന അവസ്ഥയ്ക്ക് ഒട്ടനവധി വ്യക്തിത്വങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ ഊർജ്ജമായിട്ടുണ്ട്. അവർക്കെല്ലാം നേതൃത്വം നൽകി അക്കാദമിയെ ലോകോത്തര നിലവാരത്തിലുള്ള ഒന്നാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ച് തന്റെ അറിവും സമയവും വേണ്ടുവോളം ചിലവഴിച്ച് അക്കാദമി സങ്കല്പങ്ങൾക്ക് ചിറകുമുളപ്പിച്ച കേരള പോലീസ് അക്കാദമിയുടെ മുൻ ഡയറക്ടറും ഇപ്പോൾ ജയിൽ ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ആദരണീയനായ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS അവരുടെ സേവനത്തെ ഈ സമയം ഞങ്ങൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. സാംസ്കാരിക പൈതൃകത്തിന്റെ വിളനിലമായ തൃശ്ശിവപ്പേരൂർ പൗരാണികതയുടെയും പ്രൗഢിയും പാരമ്പര്യവും പൂർവികർ അംഗം വെട്ടി നേടിയ സനാതന മൂല്യങ്ങളും കാത്തുസൂക്ഷിച്ച് കെടാവിളക്കുപോലെ തലമുറകൾ കൈമാറി ഇന്ന് ഈ യുവാക്കൾ അത് ഏറ്റുവാങ്ങുന്നു. തങ്ങളിൽ ഏൽപ്പിച്ച ചുമതലകൾ കൃത്യനിർവഹണ വ്യഗ്രതയോടെ ആത്മാർത്ഥമായി നടപ്പിലാക്കുമെന്ന് ഇവർ പ്രതിജ്ഞ ചെയ്യുന്നു. മനുസ്മൃതിയിൽ ഉദ്ഘോഷിക്കുന്നത് പോലെ രാജ്യത്തിന്റെയും പ്രജകളുടെയും രക്ഷയ്ക്കായി ഈശ്വരൻ ദണ്ഡത്തെ സൃഷ്ടിച്ചുവെന്നും ഒരു രാജ്യത്തിന്റെ രക്ഷയ്ക്കും നന്മയ്ക്കും ഈ നീതി പുലരേണ്ടതുണ്ടെന്നും അത് പ്രാചീന ഗോത്ര സംഹിതകളിൽ രൂപം പ്രാപിച്ച ആധുനിക കാലഘട്ടത്തിൽ വളർന്ന് മാറ്റത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ എത്തി നിൽക്കുന്നു. ഇവിടെ ദണ്ഡനീതിയുടെ കാവൽക്കാരായി ഔദ്യോഗിക ജീവിതത്തിലേക്ക് കാൽവയ്ക്കുന്ന സേനാംഗങ്ങൾ തങ്ങളിൽ അർപ്പിച്ച ഉത്തരവാദിത്വവും ചുമതലയും സൂക്ഷ്മതയോടെ കൃത്യതയോടെ നടപ്പാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഈ സമയം കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ വേണുഗോപാൽ K. നായർ IPS ഡയസിലെത്തുന്നതും സേനാംഗങ്ങൾ അഭിവാദ്യം അർപ്പിക്കുന്നതുമാണ്. ലോകമെമ്പാടും തീവ്രവാദം പോലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ വിഷവിത്തുകൾ മുളച്ചു വന്നുന്നു. കൊട്ടേഷൻ മാഫിയ സംഘങ്ങളുടെയും മയക്കുമരുന്നിന്റെയും സ്വാധീനമേറി വരുന്നു. കൈവെട്ടലുകളും ബോംബും ചാവേറും മാവോയിസ്റ്റുകളും ഓരോ പ്രഭാതങ്ങളിലും വാർത്തകളാകുന്നു. വിഷലിപ്തമായ ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കൊച്ചു കേരളത്തെ മനസ്സമാധാനത്തോടെ ഉറക്കാനും ഉണർത്താനും
വികസനോന്മുഖമായ ഒരു സമൂഹ സൃഷ്ടിക്കായി ഉത്തരവാദിത്തബോധം, സാമൂഹിക പ്രതിബദ്ധത, സേവന സന്നദ്ധത തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി കേരള പോലീസിലെ ഓരോ അംഗത്തെയും പരിശീലിപ്പിക്കുക എന്ന മഹത്തരമായ ഉദ്യമം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന കേരള പോലീസ് അക്കാദമി ആ പാതയിൽ ഏറെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ ആത്മവിശ്വാസത്തിന്റെ കരുത്തുമായി ഒരു നവ പോലീസ്, ധർമാധർമ്മങ്ങളുടെ പോരാട്ടങ്ങളിൽ നിന്ന് ഇച്ഛാശക്തിയുടെ അടയാളവാക്യമായി മൃദുഭാവത്തിലും എന്നാൽ ദൃഢമായ കൃത്യത്തോടും കൂടി സഹജീവികളുടെ സംരക്ഷണത്തിന് സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച് ആധുനികതയുടെ മൂർത്തിഭാവമായതും വർത്തമാനകാല വെല്ലുവിളികളെ നേരിടുന്നതിനും ഉതകുന്ന വിധത്തിലുള്ള പരിശീലനങ്ങൾക്ക് കേരള പോലീസ് അക്കാദമിയിൽ നേതൃത്വം നൽകിയത് അക്കാദമി മുൻ ഡയറക്ടർമാരായ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ BS മുഹമ്മദ് യാസിൻ IPS, ശ്രീ ഷെയ്ഖ് ദർവേഷ് സാഹിബ് IPS, ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ EJ ജയരാജ് IPS, ഇപ്പോൾ കേരള പോലീസ് അക്കാദമി ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ ജോസ് ജോർജ് IPS, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ സർവശ്രീ S സുരേന്ദ്രൻ, PA വത്സൻ, ഹബീബ് റഹ്മാൻ റാവുത്തർ, V ചന്ദ്രൻ, N ആദം യൂസഫ്, CS മജീദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻഡോർ വിഭാഗത്തിൽ പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ സർവശ്രീ KS വിജയൻ, PJ രമേശ്, ഷാജഹാൻ ഫിറോസ്, VK അക്ബർ, സർക്കിൾ ഇൻസ്പെക്ടർമാരായ സർവശ്രീ OK ശ്രീരാമൻ, K പുരുഷൻ, മാത്യു എക്സൽ, PB പ്രശോഭ് തുടങ്ങിയവരാണ്. ഈ സമയം അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ട്രെയിനിംഗ് ശ്രീ S പുലികേശി IPS അവർ ഡയസിലെത്തുന്നതും സേനാംഗങ്ങൾ ആദരം അർപ്പിക്കുന്നതുമാണ്. ഇൻഡോർ വിഭാഗത്തിൽ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനത്തിന് നേതൃത്വം നൽകിയത് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരായ സർവശ്രീ KS വിജയൻ, PJ രമേശ്, ഷാജഹാൻ ഫിറോസ്, VK അക്ബർ, സർക്കിൾ ഇൻസ്പെക്ടർമാരായ സർവശ്രീ OK ശ്രീരാമൻ, K പുരുഷൻ, മാത്യു എക്സൽ, PB പ്രശോഭ്, A രാമചന്ദ്രൻ, കൃഷ്ണകുമാർ, സബ് ഇൻസ്പെക്ടർമാരായ സർവശ്രീ പ്രമോദ് കൃഷ്ണൻ, പ്രശാന്ത്, NK വിജയകുമാർ, സാലി, ഫോറൻസിക് സയൻസ് സീനിയർ ഇൻസ്ട്രക്ടർ ശ്രീമതി അന്നമ്മ ജോൺ എന്നിവരും ഔട്ട്ഡോർ വിഭാഗത്തിൽ അസിസ്റ്റന്റ് കമാൻഡർമാരായ സർവശ്രീ PA വിജയൻ, CV പാപ്പച്ചൻ, കമ്പനി കമാൻഡർമാരായ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ സർവശ്രീ CK പ്രകാശൻ, സതീശൻ, PA സന്തോഷ്, A രാജു, P ഗോവിന്ദ ശർമ്മ, K അലക്സ്, PJ വിൽസൺ, റിസർവ് ഇൻസ്പെക്ടർ ശ്രീ വിജയരാജ് എന്നിവരാണ്. മഹാവിസ്ഫോടനം ജീവന്റെ ആദ്യ കണിക ഉദ്ഭവിച്ച് ആദിമ മനുഷ്യനായും പിന്നീട് കൃഷ്ണനായും ക്രിസ്തുവായും നബിയായും ഈ മഹാപ്രപഞ്ചത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. 1000 നന്മയുടെ പൂവിരിയിച്ച് മഹത്തായ സംസ്കൃതികളുടെ തിരുശേഷിപ്പ് പിൻഗാമികൾക്ക് നൽകി അന്തരീക്ഷത്തിൽ വലയം പ്രാപിച്ച അവർ നൽകിയ മഹത്തായ സംസ്കൃതിയെ അവന്റെ തന്നെ പിൻഗാമികൾ അവർക്കെതിരായി ഉപയോഗിക്കുന്നു. വിഷലിപ്തമായ സ്വാർത്ഥത മനുഷ്യനെ കീഴടക്കുന്നു. സർവശക്തനായ സർവവേദിയായ ദൈവത്തിനു വേണ്ടി പരസ്പരം പോർവിളികൾ മുഴക്കുന്നു. എല്ലാം കണ്ട് എല്ലാം സഹിച്ച് പിൻഗാമികളുടെ ചെയ്തികളെ നോക്കി പ്രവാചകർ നെടുവീർപ്പിടുന്നു. അബദ്ധജടിലമായ ഈ ലോകത്ത്
ഇനിയും ഒരു പ്രവാചകന് ജന്മം നൽകാൻ തുടിക്കുന്ന ഭൂമി. ഹേ മനുഷ്യ, നീ അറിയുന്നുവോ നിന്റെ ചെയ്തികളുടെ ഫലം? ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലും പോരടിക്കുന്ന മനുഷ്യൻ അറിയുന്നില്ല അവന്റെ ചെയ്തികളുടെ ഫലം. നൈമിഷികമായ ജയത്തിനു വേണ്ടി ഊറ്റം കൊള്ളുന്ന മനുഷ്യൻ അറിയുന്നില്ല അവൻ എത്ര ചെറുതാണെന്ന്. ഓർക്കുക, ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിൽ കലഹിക്കുന്ന നിങ്ങൾ ദൈവത്തിൽ നിന്നേറെ ഏറെ അകലുന്നു. സ്നേഹമാണ് കീഴടങ്ങാനും കീഴടക്കാനും എളുപ്പം. ശാന്തിമന്ത്രങ്ങളുടെ ധ്വനി മുഴങ്ങുന്ന നമ്മുടെ രാജ്യത്തെ മതതീവ്രവാദത്തിന്റെ വിഷപ്പോയേൽക്കാതെ രക്ഷിക്കാനുള്ള പോലീസിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തിയും അനുഗ്രഹവും ആവോളം ചൊരിയുന്ന ഒരു സമൂഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ വിശാലമായ പ്രവർത്തന മേഖലയാണ് പോലീസിനുള്ളത്. മാനവരാശിയുടെ നിലനിൽപ്പ് അവയുടെ അന്തസംഘർഷങ്ങളുടെ സമയോചിതവും സന്ദർഭോചിതവുമായ പരിഹാരക്രിയകളിലൂടെ മാത്രമേ സാധ്യമാവൂ. ഈ സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വിവിധ മാർഗങ്ങളിലൂടെയാണ്. അവയിൽ പ്രധാനം പോലീസിന്റെ പ്രവർത്തനമാണ്. വ്യക്തി എന്ന നിലയിലുള്ള മനുഷ്യന്റെ തനതായ ദൗർബല്യങ്ങൾ സമൂഹത്തിന്റെ സുഗമമായ പ്രയാണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന സാമൂഹിക ചോദനകളും തങ്ങളുടെ തന്നെ പ്രഖ്യാപിത ആശയങ്ങൾക്കും ആഗ്രഹങ്ങൾക്കുമെതിരെ സൃഷ്ടിക്കപ്പെടുന്ന ആഘാതങ്ങളെ കുറ്റകൃത്യങ്ങളായി വിവക്ഷിക്കപ്പെടുന്നു. ഇവയുടെ രോധനമാണ് പോലീസിന്റെ സ്വപ്നം. എന്നാൽ സ്വപ്ന സാക്ഷാത്കാരം ക്ഷിപ്രസാധ്യമല്ല. ഇപ്പോൾ വിവിധ ഘടകങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ കുറ്റകൃത്യങ്ങളുടെ അനാവരണ പ്രക്രിയ താരതമ്യേന പ്രയാസം കുറഞ്ഞതായിട്ടുണ്ട്. സ്വന്തം കർമ്മോത്സുകതയും ആർജവവും അറിവും അതിലുപരി തങ്ങളുടെ സാധ്യതയും നിമിത്തം പോലീസ് തങ്ങളുടെ ജോലി ഭംഗിയായി നിർവഹിച്ചു വരുന്നു. എന്നാൽ പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ അഭാവം ഇന്നും പ്രതിഫലിപ്പിക്കപ്പെടുന്നു. സമൂഹത്തിന്റെ ശക്തി തങ്ങളിലേക്കും തങ്ങളുടെ ആർജിത ശക്തി സമൂഹത്തിലേക്കും പരസ്പര സംക്രമണം നടത്തി ആ ഒത്തുചേരലിൽ നിന്ന് ഉരുത്തിരിയുന്ന കൂട്ടായ്മയുടെ ശക്തി പരസ്പര ശാക്തീകരണത്തിന് ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച നിയമങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്ന നിലവിലുള്ള ശൈലി മാറ്റി നിയമവിധേയത്വം ജീവിതചര്യയായി മാറ്റാൻ സമൂഹത്തിന് കഴിയുമ്പോൾ പോലീസിന്റെ ജോലിഭാരം കുറയുന്നു. തദ്വാര സേനയുടെ സമയവും വിഭവങ്ങളും ആഭ്യന്തര സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും സ്ഥിരം കുറ്റവാളികളെ നേരിടുന്നതിനും വിനിയോഗിക്കാൻ കഴിയും. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള സർക്കാർ ജനമൈത്രി സുരക്ഷാ പദ്ധതിയും പോലീസിനെയും ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന സ്കൂളുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന ആശയവും ആവിഷ്കരിച്ചിട്ടുള്ളത്. വിനയം, അച്ചടക്കം, ആത്മാർത്ഥത, വിവേകം, ധൈര്യം, കാര്യക്ഷമത എന്നീ 6 ഗുണങ്ങളും ഉൾച്ചേർന്ന ഒരു വ്യക്തി കുടുംബത്തിനും സമൂഹത്തിനും മാത്രമല്ല രാജ്യത്തിനും മുതൽക്കൂട്ടായിരിക്കും. ഇവിടെയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്ന പദ്ധതിയുടെ കാലിക പ്രസക്തി. മനുഷ്യൻ ഏറെ മാറിയിരിക്കും. കാർഷിക ജീവിതത്തിൽ നിന്നും വ്യാവസായിക ജീവിത സൗകര്യങ്ങളിലേക്കുള്ള മാറ്റം യഥാർത്ഥത്തിൽ തകർത്തു കളഞ്ഞത് ഓരോരുത്തരുടെയും മൂല്യബോധവും പരസ്പര സ്നേഹവും അനുകമ്പയുമാണ്. കൂട്ടായ്മയിൽ നിന്നും ഉരുത്തിരിയേണ്ട ഇത്തരം മാനുഷിക ഗുണങ്ങൾ പാടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കുടുംബ ബന്ധങ്ങളിൽ നിന്നും വ്യാപിക്കപ്പെട്ട് സാമൂഹിക ബന്ധങ്ങളിലേക്ക് പടരുന്ന വലയങ്ങൾ രൂപപ്പെടുത്തിയിരുന്നത് യഥാർത്ഥത്തിൽ കളങ്കമറ്റ കുറ്റവിമുക്തമായ ഒരു തലമുറയായിരുന്നു. ഇന്ന് പാടെ നഷ്ടപ്പെട്ടു പോകുന്ന സാമൂഹിക ബന്ധങ്ങളുടെ, കുടുംബ ബന്ധങ്ങളുടെ മുറിയപ്പെടുന്ന ചങ്ങലക്കണ്ണികൾ മൂലം സ്നേഹശൂന്യമായ, അക്രമാസക്തരായ, തെറ്റും ശരിയും തിരിച്ചറിയാനാവാത്ത, സ്വന്തം സ്വാർത്ഥ താൽപര്യങ്ങളാൽ വൈകൃതമാക്കപ്പെട്ട ഒരു നവതലമുറയാണ്. മാറ്റപ്പെടേണ്ട ചട്ടങ്ങളും പേറി ഒരു സമൂഹം നിലനിൽക്കുന്നു. ഒരുപാട് തത്വസംഹിതകളും ആശയങ്ങളും ആവേശം കൊള്ളിച്ച നമ്മുടെ സമൂഹത്തെ ഇന്നും തിന്മകൾ കളിയാടുന്നു. ക്രൂരമായ നിസ്സംഗത പേറുന്ന ഈ സമൂഹം ആവേശങ്ങളുടെ അലയടിയിൽപ്പെട്ട് ഒടുവിൽ തിരയടക്കത്തിന്റെ ശാന്തതയിലേക്ക് മടങ്ങിയ മനുഷ്യൻ ഇപ്പോൾ ക്രൂരമായ നിസ്സംഗതയോടെ അവനെല്ലാം നോക്കിക്കാണും. ഈ നിസ്സംഗതയിലും ജനാധിപത്യ നിയമവ്യവസ്ഥ പൗരന്റെ ജീവനും സ്വത്തും അന്തസ്സും സംരക്ഷിക്കുമെന്നും സമഭാവനയോടെ നിയമവാഴ്ച നടപ്പിലാക്കുമെന്നും ഉറപ്പുതരുന്നു. ഈ ദൗത്യം ശിരസാവഹിച്ച് കർമ്മനിരതരാകാൻ പോകുന്നവരാണ് ഈ സബ് ഇൻസ്പെക്ടർമാർ. ഇപ്പോൾ കേരള പോലീസിന് മാനുഷിക മുഖം നൽകി പരമ്പരാഗത പോലീസ് സമ്പ്രദായങ്ങളിൽ നിന്നും പോലീസിനെ മാറ്റി ജനമൈത്രി പോലീസ് എന്ന ആശയത്തിലൂടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയായി വളർത്തിയെടുത്ത് ഒരു ജനതയുടെ ആഗ്രഹവും അഭിലാഷവുമായി മാറി ഒരു ജനസമുച്ചയത്തെ തൊട്ടുണർത്തിയ കേരളത്തിന്റെ ആദരണീയനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ ഡയസിലെത്തുന്നതും സേനാംഗങ്ങൾ അഭിവാദ്യമർപ്പിക്കുന്നതും തുടർന്ന് അദ്ദേഹം പരേഡ് പരിശോധിക്കുന്നതുമാണ്.